നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 7 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. തൊഴിൽ രംഗത്ത് മികച്ച പുതിയ അവസരങ്ങൾ തേടിയെത്തും. ശാരീരിക ബുദ്ധിമുട്ടുകൾ കുറയുകയും ആരോഗ്യസ്ഥിതി ഗണ്യമായി മെച്ചപ്പെടുകയും ചെയ്യും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മനസ്സിനേറെ സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സമാധാനവും പൂർണ്ണമായി നിലനിൽക്കും. സമൂഹത്തിൽ കീർത്തി വർദ്ധിക്കുന്നതിനൊപ്പം പുതിയ നല്ല സൗഹൃദങ്ങൾ നേടിയെടുക്കാനും കഴിയും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായി ഭവിക്കും. സർക്കാർ സംബന്ധമായ ഫയലുകളിലും നടപടികളിലും അതിവേഗ പുരോഗതി ഉണ്ടാകുമെന്നതിനാൽ ഔദ്യോഗിക കാര്യങ്ങൾ വേഗത്തിലാക്കുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയവും ബിസിനസ്സിൽ വലിയ വളർച്ചയും കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങൾ വലിയ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതിനാൽ ജോലിസ്ഥലത്ത് കർശനമായ വൈകാരിക നിയന്ത്രണം പാലിക്കുക. സ്വന്തം ആരോഗ്യത്തിലും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചയും അരുത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടേണ്ടി വരും. സർക്കാർ സംബന്ധമായ വിഷയങ്ങളിൽ വലിയ വെല്ലുവിളികൾ ഉള്ളതിനാൽ ഔദ്യോഗിക അപേക്ഷകൾ സമർപ്പിക്കുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ സ്ഥാനലബ്ധിക്കും ആരോഗ്യപരമായ ഉന്നതിക്കും അനുകൂല സമയമാണ്. ഇഷ്ടഭക്ഷണം ആസ്വദിക്കാനും ഭാഗ്യാനുഭവങ്ങൾ നേടാനും സാധിക്കും. ജീവിത പങ്കാളിയിൽ നിന്നുള്ള സ്നേഹവും സുഹൃത്തുക്കളുടെ ശക്തമായ പിന്തുണയും വലിയ കരുത്തേക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ പ്രകടമാകും. ശത്രുദോഷ കുറയുകയും കുടുംബജീവിതത്തിൽ വലിയ സൗഖ്യം അനുഭവപ്പെടുകയും ചെയ്യും. തൊഴിൽ വിജയവും സാമ്പത്തികമായ ഉന്നതിയും ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. അനാവശ്യമായ ഉത്കണ്ഠയും ഭയവും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ചൊവ്വയുടെ സ്വാധീനം പ്രതികൂലമായതിനാൽ വാഹനം ഉപയോഗിക്കുമ്പോൾ വേഗ നിയന്ത്രണവും സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കുക. യാത്രകളിൽ അപായ സാധ്യതകൾ ഒഴിവാക്കാൻ തികഞ്ഞ ജാഗ്രത വേണം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. എന്നാൽ തൊഴിൽ തടസ്സങ്ങളും ശാരീരികമായ വലിയ തളർച്ചയും നേരിടേണ്ടി വരും. അതിനാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും യാത്രകളും മറ്റ് അലച്ചിലുകളും കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഒരുങ്ങും. ദമ്പതികൾക്ക് ഏറ്റവും ആശ്വാസകരമായ രീതിയിൽ ജോലി സ്ഥലമാറ്റം ലഭിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ യോഗമുള്ളതിനാൽ രേഖാപരമായ കാര്യങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഭൂമികാരകനായ ചൊവ്വയുടെ അനുകൂല ഊർജ്ജം വഴി കൃഷിയിൽ നിന്നും വസ്തു ബിസിനസ്സിൽ നിന്നും മികച്ച ലാഭം കൊയ്യാം. പുതിയ വീട്, വാഹനഭാഗ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നു. കുടുംബത്തിൽ സന്തോഷം നിറയുകയും പുത്രഭാഗ്യം പോലുള്ള ശുഭവാർത്തകൾ കേൾക്കുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാണിജ്യ ബിസിനസ് രംഗത്ത് അത്യുജ്വലമായ മുന്നേറ്റം ദൃശ്യമാകും. വ്യക്തിപരമായ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നത് വഴി എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റാം. അപവാദങ്ങളെ അതിജീവിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.